എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്നലത്തെ മനോരമ പത്രത്തിൽ ഒന്നാം പേജിലൊരു തിരുവനന്തപുരം എഡിഷൻ ഒന്നാം പേജിൽ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു കാർട്ടൂൺ വരയ്ക്കണമെന്ന് തോന്നിയത്. അതായത് ആക്കുളം കണ്ണാടിപ്പാലം അപകടത്തിൽ പാലം തുറക്കണമെങ്കിൽ 3 പാളി ഗ്ലാസുകളും ഇളക്കി വീണ്ടും സ്ഥാപിക്കണം. കോഴിക്കോട്ടെ NITയുടെ റിപ്പോർട്ടാണ് ഇത്. അതായത് ഇത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് രണ്ട് പ്രാവശ്യം അല്ല 2 വർഷത്തോളമായി ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ അതിനകത്ത് സഞ്ചാരികളെ ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ബലക്ഷയമാണെന്ന് മുൻകൂട്ടി അത് അറിഞ്ഞിരുന്നു. രണ്ട് തവണ പൊളിയുകയും നിർമ്മാണ കരാറിൽ ദുരൂഹതയുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലം, അതായത് ഗ്ലാസ് ബ്രിഡ്ജ് സുരക്ഷിതമല്ലെന്ന് കോഴിക്കോട് NITയുടെ പരിശോധന റിപ്പോർട്ട്. അതായത് 2 തവണ പൊട്ടിപ്പൊളിഞ്ഞു. ഇതിനോടകം തന്നെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇതിനോടകം തന്നെ 2 തവണ ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പൊളിഞ്ഞു. പക്ഷേ എന്നിട്ട് ഇപ്പോഴും മറ്റേ NITയുടെ റിപ്പോർട്ട് പറയുന്നത് ഇതിൻ്റെ 3 ഗ്ലാസുകളും ഇനിയും മാറ്റണമെന്നാണ്. അത് തന്നെയല്ല, ഇതിൻ്റെ തൂണുകളൊക്കെ ഇപ്പം തുരുമ്പെടുത്ത് കഴിഞ്ഞു. അതായത് ഇത്രയും കാലമായിട്ട് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. ഇത് ചെടികളും മരങ്ങളും എല്ലാം നിന്ന് പടർന്നു കയറി അത് ആകപ്പാടെ ഒരു കാട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അത് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പം ഗ്ലാസിനും മങ്ങലുണ്ട്. ഇത് മാറ്റി സ്ഥാപിക്കുന്നതിനും മറ്റ് നവീകരണ പ്രവർത്തനമായി വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. ഇതിനോടകം 12 കോടി രൂപ മുടക്കിയാണ് ഇത് പണിതത്. അതായത് നമുക്കറിയാം, കടകംപള്ളി മന്ത്രിയായിരുന്ന സമയത്ത് ആക്കുളത്ത് കോടികൾ കൊണ്ടുവന്ന് ഈ ഒഴുക്കുമായിരുന്നു, കടലിൽ കായം കലയ്ക്കുന്ന നമുക്ക്. അങ്ങനെ ഓരോരോ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. കുറേ കോടികൾ വകയിരുത്തി കുറേ കായലിൽ കൊണ്ടുവന്ന് കലക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ആക്കുളത്ത് നോക്കിയപ്പോൾ ഒന്നും കാണാമല്ല, ഒന്നുമില്ല അവിടെ ഒന്നും. എന്തൊക്കെയാണ് ഇവർ ചെയ്തതെന്ന് നമുക്കറിയാമില്ല. അതിനകത്തൊരു സാധനമാണ് ഇത്. അപ്പോൾ ഇന്നത്തെ മനോരമ പത്രത്തിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പും വന്നിട്ടുണ്ട്. അതായത് ആക്കുളം കണ്ണാടിപ്പാലം നിർമ്മാണ കരാർ വിവാദമായിരുന്നു, കേട് തീർക്കാനും ചുമതല വൈബിന്. അതായത് വൈബ് എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എൻ്റർപ്രനേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ഈ വൈബിൻ്റെ ഒരു ഫുൾ ഫോം. അപ്പം ഇത് കേട്ടാൽ തന്നെ അറിയാം, ഇത് കുറച്ച് ഇടത് ചെറുപ്പക്കാരുടെ ഒരു സംഘടനയാണിത്. ഒരു സഹകരണ സംഘമാണ്. അതിന് കരാർ അവർക്ക് തന്നെ കിട്ടുള്ളൂ. ഈ ഊരാളുങ്കലിൻ്റെ ഒരു അനിയനായിട്ട് വരും ഇത്. അപ്പോൾ അങ്ങനെ ഈ സുരക്ഷിതമല്ലെന്ന് കോഴിക്കോട് NITയിലെ വിദഗ്ധ സംഘം കണ്ടെത്തിയ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഈ വട്ടിയൂർക്കാവ് ഈ വൈബിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഒരു മുൻപരിചയവും ഇല്ല, ഒന്നും ചെയ്തൊരു പരിചയമില്ല. അതായത് ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ പിന്നെ തട്ടിക്കൂട്ടിയ ഒരു സംഘടനയാണ്. അതായത് LDFൻ്റെ സഹാക്കളെ മാത്രം ഉൾപ്പെടുത്തി തുടങ്ങിയ ഒരു സഹകരണ സംഘമാണിത്. ഇവരുടെ ഭരണകാലത്ത് കരാറുകളെല്ലാം ഇവർക്ക് തന്നെ കിട്ടത്തുള്ളൂ. അത് ചിലപ്പോൾ കരാറില്ലാതെയും കിട്ടും. ഊരാളുകളിലൊക്കെ മിക്കവാറും കരാർ ഇല്ലാതെയല്ല, ടെൻഡറില്ലാതെയാണ് ഊരാളുകളിൽ മിക്ക ഈ കരാറുകളും കിട്ടുന്നത്. അതുപോലൊരു സംഘടന ആയിരിക്കും ഇത്. ടെൻഡറൊന്നും പുറപ്പെടുവിച്ച് കാണാൻ വഴിയില്ല. നമുക്കറിയാം, ഇവിടെ വർക്കലയിൽ ഒരെണ്ണം കടലിൻ്റെ മുകളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നും പറഞ്ഞ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അത് മറിഞ്ഞ് വീണ് എത്രയോ പേര് കടലിൽ പോയ ഒരു അവസ്ഥയുണ്ട്. അതിപ്പോൾ ഇല്ല, അത് അഴിഞ്ഞു മറിഞ്ഞ് പോയി. അത് നിർമ്മാണം കഴിഞ്ഞ് 6 മാസം പോലും അത് വർക്ക് ചെയ്തില്ല. അടുത്താണ് ഇത്. ഇങ്ങനെയുള്ള ഓരോ ഉടായ്പ പരിപാടികളില്ല. നമ്മൾ കോടികൾ ഇങ്ങനെ പുഷ്പം പോലെ ഒഴുക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് പ്രയോജനം വേണമെന്നൊന്നുമില്ല. നമുക്കറിയാം, നമ്മുടെ നഗരസഭയുടെ മുന്നിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ടാക്കിയിട്ട് എത്രയോ വർഷം അത് തുരുമ്പെടുത്ത് കിടന്നു. എന്നിട്ട് ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അഥവാ ഈ കഴിഞ്ഞ ഇടയ്ക്കും കണ്ടത് തുറന്നു കൊടുത്തെങ്കിലായി. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവരുടെ ആൾക്കാർക്ക് വർക്ക് കൊടുത്തിട്ട് അത് നേരാവണ്ണം നടത്തത്തുമില്ല. അത് ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുകയും ഖജനാവിലെ പൈസ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ബഗനെ പോലെ. ഈ ആക്കുളം കായൽ ശരിക്കും ഒരു ബഗനാണ്. ഞാൻ മുമ്പ് ഇങ്ങനെ ഇതൊരു കാർട്ടൂൺ വരച്ചിരുന്നു. ആക്കുളം കായൽ എന്ന് പറഞ്ഞ ഒരു ബഗൻ്റെ മുമ്പിൽ പിന്നെയും ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് കുന്നുകൂട്ടുകയാണ് നമ്മുടെ കടകംപള്ളി. പക്ഷേ ആ ബഗന് മതിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണെന്ന് നമുക്ക് ഈ വാർത്ത കാണുമ്പോൾ തോന്നും.
അത് വെച്ചിട്ടാണ് നമ്മുടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നരകം കാലൻ എന്നൊക്കെ പറയുന്നത് എനിക്കൊരു ഇഷ്ടപ്പെട്ട വിഷയമാണെന്ന് ഞാൻ നേരത്തെ തന്നെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ണാടിപ്പാലത്തിനെയും നമ്മുടെ നരകത്തിനെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാർട്ടൂണാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വരയിലോട്ട് കടക്കാം. എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം തുറന്ന് സഹകരിച്ച് വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാർട്ടൂൺ ഇതാണ്. അതിൻ്റെ ആ ഡയലോഗ് നമുക്ക് ലാസ്റ്റ് കാണാം. അതായത് അതിൻ്റെ തീം ഡയലോഗാണ് ശരിക്കും, അതിൻ്റെ പഞ്ച് അത് നമുക്ക് ലാസ്റ്റ് കാണാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. നരകത്തിലെ ഒരു രംഗമാണ്. മറ്റേ ഈ യമധർമ്മൻ എന്തോ വൈക്ലഭ്യത്തിൽ നടക്കുകയാണ്. അപ്പോൾ ചിത്രഗുപ്തൻ പുറകെ എന്നിട്ടൊരു കാര്യം ഉണർത്തിക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് ലാസ്റ്റ് കാണാം. നമുക്കിനി ഇങ്കിങ്ങിലോട്ട് കിടക്കാം. നരകത്തിലെ പറ്റി നമ്മൾ കേട്ടിരിക്കുന്ന കഥകളിലൊരു പ്രധാന സ്ഥാനം ഈ നൂൽപ്പാലത്തിനുണ്ട്. അതായത് ഒരുപാട് കൊടിയ പാപം ചെയ്ത ആൾക്കാരെ ഈ നൂൽപ്പാലത്തെ കൂടെയാണ് നനയ്ക്കുക. നൂൽപ്പാലം നമുക്കറിയാമല്ലോ, തീരെ ബലക്ഷയമുള്ള ഒരു പാലമായിരിക്കും അത്. അപ്പോൾ ആ പാലത്തിൻ്റെ അടിയിലെ കിടങ്ങിൽ ഒരുപാട് ഹിംസ്ര മൃഗങ്ങളും ജന്തുക്കളും ഒക്കെ ഉണ്ട്. അവർ ഇങ്ങനെയെല്ലാം കളിച്ച് പുളയ്ക്കുകയാണ്. മറ്റേ മുതല, ചീങ്കണ്ണി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ പാപം ചെയ്തവൻ ഈ നൂല് പൊട്ടി താഴെ വീണ് ഇവറ്റകളുടെ ആക്രമണത്തിന് വിധേയമാകുമെന്നാണ് നമ്മൾ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഈ നരകത്തിലെ ശിക്ഷാവിധി അങ്ങനെയാണ്. അപ്പോൾ അത് കാലനിങ്ങനെ ഈ നരകത്തിന് ഈ നൂൽപ്പാലത്തിന് ചെറിയ തകരാറ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു കുണ്ഠിതമായിട്ട് നരകാധിപനായ നമ്മുടെ യമധർമ്മൻ ഇങ്ങനെ നടക്കുവാണ്. അപ്പോഴാണ് ചിത്രഗുപ്തൻ വന്ന് ഒരു കാര്യം ഉണർത്തിക്കുന്നത്. ഈ കാലനെ കഥാപാത്രമാക്കി ഞാൻ നിരവധി കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ട്. ഓരോ കാലിനും ഓരോ രീതിയിലുള്ളതായിരിക്കും. എൻ്റെ ഒരുപാട് കാലന്മാരുണ്ട്. അപ്പോൾ ഇന്നൊരു പുതിയ കാലിനെയാണ് ഇന്നിപ്പം വരച്ചിരിക്കുന്നത്. ഈ മറ്റേ തോളത്തൂടെ ഒരു ഷാളൊക്കെ ഇട്ട് കവളൊക്കെ ചാടിയ ഒരു കാലനാണ് ഇന്ന് വരച്ചിരിക്കുന്നത്. അപ്പോൾ കാലിനെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. കാലിൻ്റെ കയ്യിൽ ഗദയുണ്ടോ എന്നൊരു സംശയം എൻ്റെ ഒന്ന് രണ്ട് പ്രേക്ഷകർ ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നേരത്തെ ഒരു കാർട്ടൂണിൽ വരച്ചപ്പോഴത്തേക്കും. പക്ഷേ എനിക്കറിയത്തില്ല, സാധാരണഗതിയിൽ കാലപാശമായിട്ടാണ് ഈ കാലിനെ കാണുന്നത്. പക്ഷേ ചില സ്കിറ്റുകളിലും ഒക്കെ ഈ ഗദയായിട്ട് നിൽക്കുന്ന കാലിനെ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഗദ വെച്ചിട്ട് സാധാരണ ഭീമൻ്റെ കയ്യിലാണല്ലോ ഉള്ളത്. കാലിൻ്റെ കയ്യിൽ ഗദയുണ്ടോ എന്നിങ്ങനെ സംശയം ഒന്ന് രണ്ട് പേര് ചോദിച്ചു. പക്ഷേ എന്നാലും ഈ സ്കിറ്റുകളിലൊക്കെ കാണുന്നതുകൊണ്ട് ഞാനും ആ വഴി പിന്തുടർന്നതേ ഉള്ളൂ. അതിൻ്റെ കാർട്ടൂണിൻ്റെ ഡയലോഗാണിത്. ഇതാണ് ആ പഞ്ച് ഡയലോഗ്. ഇതാണ്: നൂൽപ്പാലത്തിന് ബലക്ഷയമാണെന്ന് വെച്ചിട്ട്
നൂൽപ്പാലത്തിന് ബലക്ഷയമാണെന്ന് വെച്ച് കുണ്ഠിതപ്പെടണ്ട, നമുക്ക് ആക്കുളത്തെ കണ്ണാടിപ്പാലത്തിലേക്ക് വിടാം എന്നാണ് ഈ കായലിനോട് നമ്മുടെ ചിത്രഗുപ്തൻ പറയുന്നത്. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡയലോഗാണിത്. നൂൽപ്പാലത്തിന് ബലക്ഷയമാണെന്ന് വെച്ച് കുണ്ഠിതപ്പെടണ്ട, നമുക്ക് ആക്കുളത്തെ കണ്ണാടിപ്പാലത്തിലേക്ക് വിടാം എന്നാണ് ചിത്രഗുപ്തൻ യമധർമ്മനോട് പറയുന്നത്.